അങ്ങനെ ഞങ്ങൾ പൂജപ്പുര ഫെസ്റ്റ് കാണാൻ പോവുകയാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് നമ്മുടെ പൂജപ്പുരയിലാണ്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുക. അപ്പം എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും ഒരുപാട് ലൈറ്റുകളും സ്റ്റോളുകളും റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മള് പൂജപ്പുര ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല. ഇപ്പുറത്തെ പൂജപ്പുര റൗണ്ടിലാണ് നിൽക്കുന്നത്. റൗണ്ടിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, കുറേ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് മഴയൊക്കെ ആസ്വദിച്ച് നമുക്കിനി അങ്ങോട്ട് പോവാം. ഓണാഘോഷം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് പൂജപ്പുരയിലെ നവരാത്രി മഹോത്സവത്തിനാണ്. തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ തീരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ ആഘോഷങ്ങൾ തീരുന്നില്ല. ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതും ഏറ്റവും കൂടുതൽ അമ്പലത്തിലെ ഉത്സവങ്ങൾ നടക്കുന്നതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെയാണ് ഈ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേരുന്നത്. മഴയൊന്നും ആരും കാര്യമാകത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്താ പ്രശ്നമാണെങ്കിലും മഴയൊന്നും ആരും കാര്യമാക്കുന്നില്ല. എല്ലാവരും ആഘോഷിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, 5 മിനിറ്റ് കഴിയുമ്പോൾ തോരുന്നുണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് എല്ലാവരും ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ആർക്കും മഴയൊന്നും ഒരു പ്രശ്നമല്ല. ജനം വഴി ഈ പറയുന്ന ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. പ്രത്യേക ഒരു ആംബിയൻസ് ആണ് വൈകിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരു 10 രൂപയുടെ കപ്പലണ്ടിയൊക്കെ മേടിച്ചോണ്ട് നടക്കാം. നല്ല ഒരുപാട് ജനവും തിരക്കും. ആർക്കും മഴയൊന്നും ഒരു പ്രശ്നമല്ല. കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ സുഹൃത്തുക്കളും എല്ലാം അടങ്ങുന്ന ഒരു ആൾക്കൂട്ടം തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് സ്റ്റേജുകളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഈ സമയത്ത് ചെറിയ മഴയൊക്കെ കാണും. അതൊന്നും ആരും വകവയ്ക്കാതെയാണ് ഇതൊക്കെ കാണാൻ ഫാമിലിയോടെ ഇവിടെ എത്തുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു ഇന്നലെ പൂജപ്പുര മണ്ഡപത്തിൽ അനുഭവപ്പെട്ടത്. സ്റ്റാളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്ക്, നിയന്ത്രിക്കാൻ പറ്റാത്ത പോലുള്ള തിരക്കാണ്. സ്റ്റാളിലൊന്നും കയറാൻ പറ്റത്തില്ല. വെളിയിൽ വന്ന് വജ്ജിയോ മാറ്റി നിന്നുകൊണ്ട് നടക്കാം. അപ്പോൾ മൊത്തം ചെളിക്കുളമാണ്, മൊത്തം ചെളിയായി കിടക്കുകയാണ്. ഒരു മഴ പെയ്താൽ പിന്നെ പൂജപ്പുര ഗ്രൗണ്ട് ഇങ്ങനെ ആകും കേട്ടോ. അതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്തായാലും ചെളിയായി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ വെറൈറ്റി ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. പാവ് ബജിയൊക്കെ ഇങ്ങനെയുള്ള മേളയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് പൂജ മൂഡ്, ഹാപ്പി മൂഡ്. നോക്കിയേ, അങ്ങനെ എല്ലാ കുട്ടികളും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഈ റൈഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വർഷം മാത്രമേ നമുക്ക് ഇതിലൊക്കെ കയറാൻ സാധിക്കുള്ളൂ. കുഞ്ഞു മക്കൾ ഉൾപ്പെടെ എല്ലാവരും ആർത്തുല്ലസിക്കുകയാണ്. ഈ ജമ്പ് ചെയ്യുന്ന സാധനം കണ്ടോ, ഇതിനകത്ത് കയറിയാൽ പിന്നെ പിള്ളേർ പുറത്തിറങ്ങില്ല. സത്യം പറഞ്ഞാൽ അവരും നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കുട്ടികളെ കൂടുതലും സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവരും അങ്ങ് സന്തോഷിച്ചോട്ടെ അല്ലേ. പിന്നെ ഈ ഗോസ്റ്റ് ഹൗസ് കാണാനും ഭയങ്കര തിരക്കാട്ടോ. ഇതിനകത്ത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞത്. ടിക്കറ്റ് എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മഴയും പെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എല്ലാം പെട്ടെന്നൊന്ന് കണ്ട് തിരിച്ചു വന്നു എന്ന് മാത്രം. ഇനി മഴയില്ലാത്ത ഒരു ദിവസം നോക്കി ഒന്നുകൂടി പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
വെറുതെ പൈസ പോയി, റിങ് ഇറങ്ങിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മഴയത്തും ആൾക്കാർക്ക് ഒരു മാറ്റമില്ല, നിന്ന് നനയുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുന്നുണ്ട്. പക്ഷേ ഒരു കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ല. എല്ലാം ഹൗസ്ഫുള്ളാണ്. കടകളും ബജ്ജി കടകളും ചായയും എല്ലാം. ഓടിക്കോ പിള്ളേരെ, മഴയാണ്. കേടുന്നില്ല കുറച്ചു നേരം. ഇവന്മാരൊക്കെ എന്തോ ഇത് നോക്കിയേ. എടാ വീട്ടിൽ നിന്ന് പോടാ, വീട്ടിൽ പോടാ, മഴ നേരത്തിന് നടക്കുക. ഇതെത്ര ഉണ്ട് തവള കൊള്ളാം. അതെടുക്ക് വരണം.